വീണ്ടും ഇങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമാക്കട്ടെ. വെറിക്കൂത്തുകളെ ഉപേക്ഷിക്കുക. ആമേൻ. ജഡമോഹത്തെ തൃപ്തിപ്പെടുത്തുന്ന, മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന, ആത്മീയ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദൈവസന്നിധിയിൽ നിന്ന് നീക്കിക്കളയുന്ന വെറിക്കൂത്തുകളെ ഉപേക്ഷിക്കുക. പണ്ടൊക്കെ വെറിക്കൂത്തുകൾ തെരുക്കോണുകളിലായിരുന്നു. ഇന്ന് വെറിക്കൂത്തുകൾ അടച്ചിട്ട മുറിക്കുള്ളിൽ കൈവെള്ളയിൽ ഒതുങ്ങുന്ന സ്മാർട്ട് ഫോണിലാണ് ആളുകൾ ആസ്വദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരോടും സമ്പർക്കം ചെയ്യുന്നില്ല. ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ, തെറ്റിപ്പറഞ്ഞതാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഈ 4 പേർ തമ്മിൽ കൂടിയിരുന്ന് വർത്തമാനം പറയുന്നതായിരുന്നു പണ്ടത്തെ ഒരു ശൈലി. അത് എന്തുമാകട്ടെ, അവർ ആശയവിനിമയം ചെയ്യുമായിരുന്നു. ഇന്നൊരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 മൂലകളിലാണ്, 4 മുറികൾക്കുള്ളിലാണ്, വാതിലടച്ചിരിക്കുകയാണ്. അവർ സംവദിക്കുന്നത്, അവർ സംസാരിക്കുന്നത്, അവർ ആശയവിനിമയം ചെയ്യുന്നത്, അവർ എന്തെങ്കിലും പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യ ഭർത്താവിനോട് പോലും സംസാരിക്കുന്നത് വാട്സാപ്പ് മെസ്സേജുകളിലൂടെയാണെങ്കിൽ, മക്കൾ മാതാപിതാക്കളോട് സന്ദേശം കൈമാറുന്നത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിലൂടെയാണെങ്കിൽ, ലോകത്തിൻ്റെ പ്രയാണം എങ്ങോട്ടാണ്? എന്നിട്ട് മുഴു സമയവും കൂന് പിടിച്ചവരെ പോലെ കുനിഞ്ഞിരുന്ന് ഇതിനകത്ത് കണ്ണും മനസ്സും ഉറപ്പിച്ച് ലോകത്തിൻ്റെ സകല അശ്ലീലവും മ്ലേച്ഛതയും ആസ്വദിക്കുമ്പോൾ ഈ വെറിക്കൂത്തുകൾ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇന്ന് പ്രാർത്ഥിപ്പാൻ നേരമില്ല, താല്പര്യവുമില്ല, പള്ളിയിൽ പോകാൻ താല്പര്യമില്ല. ഒത്താൽ പോകാം, ഇല്ലെങ്കിൽ പോകണ്ട. മനുഷ്യരെല്ലാം മനോരോഗികളെപ്പോലെ ഏകാന്തതയിൽ ഒറ്റത്തുരുത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. വെറിക്കൂത്തുകൾ ഇന്ന് ജാലകങ്ങളിലൂടെ കയറി വരുന്നു. പണ്ടൊക്കെ ജാലകം തുറന്ന് പുറത്തേക്ക് നോക്കണം, തെരുവിലെ വെറിക്കൂത്തുകൾ കാണാൻ. ഇന്ന് സൈബർ ലോകത്തെ ജാലകങ്ങളിലൂടെ എല്ലാ അഴുക്കും മനുഷ്യൻ്റെ അന്തരാത്മാവിലേക്ക് ഊളിയിട്ട് കയറിയെത്തുമ്പോൾ ദൈവമക്കളെ ലോകത്താരും കാണുന്നില്ല. ഈ മനുഷ്യൻ ലോകരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെയൊക്കെ വിചാരം, ഞാനും വിശുദ്ധനാണ്, ഞാനും യോഗ്യയാണ്. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവമക്കളെ അന്തരാത്മാവിൽ തട്ടി ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുകയാണ്, കുഞ്ഞെ, നിനക്ക് അവകാശത്തോടെ പറയാൻ കഴിയുമോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി സൂക്ഷിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലും എന്ന്? കഴിയുമോ? നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലൻ പറയുന്നു, വെറിക്കൂത്തുകളെ ഉപേക്ഷിക്കുക. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, മദ്യപാനത്തെ ഉപേക്ഷിക്കുക. അത് വ്യക്തമായി അപ്പോസ്തലൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് മദ്യപാനം ഒരു ശീലമാണെന്ന് അച്ഛൻ അറിയില്ല, കർത്താവിനറിയാം. ചിലർ നന്നായി മദ്യപിക്കുന്നവരാണ്. അങ്ങനെ മദ്യപിക്കുന്നവരെ മാത്രമാണ് പലപ്പോഴും മദ്യപാനി എന്ന് മുദ്രകുത്തുന്നത്. കമ്പനിക്ക് വേണ്ടി, രസത്തിന് വേണ്ടി കൂട്ടുകൂടുമ്പോൾ, ശമ്പളം കിട്ടുമ്പോൾ, മാമോദീസ വരുമ്പോൾ, കല്യാണം വരുമ്പോൾ, ഇനി ഒരാഘോഷം വരുമ്പോൾ, ഇല്ലെങ്കിൽ ഒരാഘോഷം ഉണ്ടാക്കി മദ്യപിക്കാനായിട്ട് അവസരങ്ങൾ സൃഷ്ടിച്ച് കൂട്ടുകൂടി കുടിച്ചു കൂത്താടുന്ന പലരും ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പറയുന്നത് ഞാനൊരു മദ്യപാനിയല്ലെന്നാണ്. രസത്തിന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ ഏതൊക്കെ കാരണം പറഞ്ഞ് മദ്യപിച്ചാലും ആ വ്യക്തി മദ്യപാനിയാണ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് അകലെയാണ്. വചനം പറയുന്നതനുസരിച്ച് അവൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അനന്തരഫലങ്ങളോ അത്യന്തം ഭയാനകമാണ്. ദൈവരാജ്യം നഷ്ടപ്പെടുന്നു, ആരോഗ്യം നശിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, സാമ്പത്തികമായി തളരുന്നു, സുബോധം നഷ്ടപ്പെടുന്നു, നിരാശയിലും അത്യന്തം വലിയ തകർച്ചയിലും ഇയാൾ സ്വയം ചെന്നു പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, മദ്യപാനം ഒരു രോഗമാണ്. അത് മാരകമായ രോഗമാണ്. ക്യാൻസർ അല്ല ലോകത്തെ ഏറ്റവും മാരക രോഗം, HIV അല്ല ലോകത്തെ ഏറ്റവും മാരക രോഗം. അതിനേക്കാളൊക്കെ ഭയാനകവും മാരകവുമായ ഒരു രോഗമാണ് ഈ ജനത്തെ ഗ്രസിച്ചിരിക്കുന്ന മദ്യപാനം. അതിങ്ങനെ പെരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പണ്ടൊക്കെ അതൊരുവിധം പ്രായമായവരാണ് ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് കൗമാരങ്ങൾ, 12-13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഈ മലയാളക്കരയിലും മദ്യപാനം ഒരു ശീലമായി മാറുമ്പോൾ ഇന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു, മക്കളെ, സൂര്യൻ ഉദിക്കാറായി, യേശു വരാറായി, താമസമില്ല, ഒരുങ്ങണം മദ്യപാനത്തോട്. ഇന്ന് രാത്രി ഈ പന്തലിൽ വെച്ച് എന്നേക്കുമായി വിട പറയണമെന്ന്. ഇത് താക്കീതല്ല, ഇത് നിലവിളിയാണ്. ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കർത്താവിൻ്റെ ചങ്ക് വളരുന്ന നിലവിളിയാണ്. എൻ്റെ മക്കളെ, നിങ്ങളാരും ഇനി മദ്യപിക്കാൻ പോകരുത്, എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഞാൻ നിലവിളിച്ച് തളർന്നിരിക്കുന്നു എന്ന് ചങ്ക് തുറന്ന് കാണിച്ച് തമ്പുരാൻ കർത്താവ് പറയുമ്പോൾ കേട്ടില്ലെന്ന് നടിക്കാൻ മാത്രം നാം കഠിന ഹൃദയരാകരുത് പ്രിയപ്പെട്ടവരെ. ഇന്ന് രാത്രി ഈ പന്തലിൽ ഒരു മദ്യപാനിയെങ്കിലും മാനസാന്തരപ്പെട്ടെങ്കിൽ 2016 ഈ പുത്തൻകുരിശ് മഹാസമ്മേളനം സമ്പൂർണ്ണ വിജയമായിരിക്കും. അത് സംഭവിക്കുന്നില്ലെങ്കിൽ നാം അഭിമാനത്തോടെ പറയും, യോഗത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് വിജയമായിരുന്നു. പക്ഷേ അത് അനുഭവമാകില്ലല്ലോ മക്കളെ. അപ്പോസ്തലൻ വീണ്ടും പറയുന്നു,
ശയനമോഹങ്ങളെ, വ്യഭിചാര സുഖങ്ങളെ ഉപേക്ഷിക്കുക. അതിലേക്ക് നയിക്കുന്ന കാമവികാരങ്ങളെ ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, വഴിതെറ്റിയ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിക്കുക. സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തമ്മിൽ അർഹതയില്ലാത്ത ബന്ധങ്ങൾ, അതിനാലുള്ള കാമം, അത് ഉപേക്ഷിക്കുക. പുരുഷന്മാർ തമ്മിൽ തമ്മിൽ അതിരുവിട്ട് തോന്നുന്ന പ്രണയം, സ്വവർഗരതി, സോതോമ്യ പാപം ഉപേക്ഷിക്കുക. സ്ത്രീകൾ തമ്മിൽ തമ്മിൽ അതിന് സമാനമായി നിലനിൽക്കുന്ന അതിരുകടന്ന മോഹം, സോതോമ്യ പാപം ഉപേക്ഷിക്കുക. എന്തുകൊണ്ടെന്നാൽ ഇതാ സൂര്യൻ ഉദിക്കാറായി, യേശു വരാറായി, സകലതും വെളിപ്പെട്ടു വരും, ഒന്നും മറഞ്ഞിരിക്കില്ല. അവൻ വരുമ്പോൾ, ഈ സത്യം വെളിപ്പെട്ടു വരുമ്പോൾ പിടിക്കപ്പെട്ടു പോയാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പോഴാണ് നാം നമ്മെ തന്നെ ഒരുക്കേണ്ടിയിരിക്കുന്നത്. ആമേൻ. ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ എത്രയോ പേർ വഴിതെറ്റിപ്പോയി, എത്രയോ പേരുടെ ജീവിതം അതിനാൽ നശിച്ചുപോയി, എത്ര കുടുംബങ്ങൾ തകർന്നുപോയി. ഭാര്യാഭർത്തൃ ജീവിതത്തിൽ എത്തിയ ശേഷവും പരപുരുഷനെയും പരസ്ത്രീയെയും പ്രണയിച്ചിട്ട്, അത് മിസ്കോൾ പ്രേമം മുതൽ സോഷ്യൽ മീഡിയകളിലെ പരിചയം മുതൽ പ്രിയപ്പെട്ടവരെ വഴിതെറ്റിപ്പോയി. എത്ര കുടുംബ ബന്ധങ്ങൾ തകർന്നുപോയി, എത്ര കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, എന്ത് വലിയ തകർച്ചയുണ്ടായി. ഇനിയും താമസിക്കരുത്, സൂര്യൻ ഉദിക്കാറായി, ഒരുങ്ങണം. അപ്പോസ്തലൻ പറയുന്നു, പോരാട്ടത്തിന് ഒരുങ്ങുക. അതേ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. പോരാട്ടത്തിനൊരുങ്ങുക. യുദ്ധക്കളത്തിൽ ആയുധം പിടിച്ച് മുഴുസമയവും ജാഗ്രതയോടെ അടരാടുന്ന പടയാളിയെപ്പോലെയാണ് ഒരു ക്രിസ്ത്യാനി. നമുക്ക് മറ്റൊന്നും ശ്രദ്ധിപ്പാൻ സമയമില്ല. പാപത്തോട് പോരാടി ജയിക്കണം, വിശുദ്ധരായി വിളങ്ങണം. മഹത്വമണവാളൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ മഹത്വമുള്ള മണവാട്ടിയായി മണവാളൻ്റെ മാർവിൽ ചേരാൻ നാം നമ്മെ തന്നെ ഒരുക്കണം. പാതിവൃത്യഭംഗം സംഭവിക്കാത്ത പരിശുദ്ധ മണവാട്ടിയായി മണവാളൻ്റെ മാർവിലൊതുങ്ങാൻ ഒരുക്കണം നാം നമ്മെ. താമസിച്ചുകൂടാ. അതുകൊണ്ട് പോരാട്ടത്തിനൊരുങ്ങുക. വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കാനാണ് അപ്പോസ്തലൻ ഈ വേദഭാഗത്ത് പറയുന്നത്. 6 കൂട്ടം ആയുധങ്ങളാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഒരു റോമൻ പടയാളിയുടെ പടയായുധങ്ങളുമായി ബന്ധപ്പെടുത്തി ഒരു വിശ്വാസിക്ക് പകുത്തു നൽകിയിട്ടുള്ളത്. സത്യം കൊണ്ട് അരകെട്ടിക്കൊള്ളുവേൻ, നീതി എന്ന കവചം ധരിക്കുവേൻ, സുവിശേഷം അറിയിക്കുവാനുള്ള സന്നദ്ധത കാലിന് ചെരുപ്പാക്കുവേൻ, വിശ്വാസം എന്ന പരിച കയ്യിലെടുക്കുവേൻ, രക്ഷ എന്ന ഹെൽമറ്റ് തലയിൽ വയ്ക്കുവേൻ, ദൈവവചനമെന്ന വാൾ നിന്റെ കയ്യിലെടുക്കുവേൻ. നീ പോരാടുവാൻ ഒരുങ്ങുവേൻ. ലോകത്തോട്, ലോക ഇമ്പങ്ങളോട്, ലോകസുഖങ്ങളോട്, പൈശാചികന്റെ തന്ത്രങ്ങളോട് പോരാടി നിൽക്കുവേൻ. ജയാളിയായി മണവാളനെ കാണുവാൻ, അവനോട് ചേരുവാൻ ഭാഗ്യം ലഭിക്കേണ്ടതിന് ജാഗ്രതയോടെ ഒരുങ്ങുവേൻ എന്നാണ് ഓർമ്മിപ്പിച്ചു വയ്ക്കുന്നത്. എന്നിട്ടതിൻ്റെ അവസാനമായി അപ്പോസ്തലൻ തീർത്ത് പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. ഇത്രയും കാര്യം പറഞ്ഞതിൻ്റെ കൺക്ലൂഷനാണത്. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, പലതും ധരിക്കുന്നവരാണ് നമ്മൾ. കിരീടം ധരിക്കുന്നു. കിരീടം ധരിക്കുന്നത് ശിരസിന് അലങ്കാരമാണ്, മുഖത്തിന് മോടിയാണ്. പ്രിയപ്പെട്ടവരെ, വസ്ത്രം ധരിക്കുന്നു, അത് ശരീരത്തിന് സംരക്ഷണമാണ്. അഴകുള്ള വസ്ത്രമാണെങ്കിൽ അത് മോടിയാണ്, അത്യാകർഷകത്വം നിറഞ്ഞതാണ്. വസ്ത്രം പലപ്പോഴും ശരീരത്തിൻ്റെ സുരക്ഷിതത്വത്തിനാണെന്ന് മലയാളിക്കറിയില്ല. തണുപ്പുള്ള രാജ്യത്ത് ചെല്ലുമ്പോൾ 7 നിര വസ്ത്രം ധരിച്ചാലും ശരീരത്തിൻ്റെ സുരക്ഷിതത്വത്തിന് അത് മതിയാകില്ല. പ്രിയപ്പെട്ടവരെ, അതുപോലെ നാം ചെരുപ്പ് ധരിക്കുന്നു, അത് കാലിന് അലങ്കാരമാണ്, ഒപ്പം സംരക്ഷണവുമാണ്. ധരിക്കുന്ന കാര്യം പറയുമ്പോഴാണ് ഒന്ന് ചേർത്ത് വെച്ച് പറയേണ്ടത്. സ്ത്രീകൾ ഗർഭം ധരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം പറഞ്ഞ 3 ധാരണങ്ങൾ, കിരീടം ധരിക്കുന്നത് അലങ്കാരമാണ്, കിരീടം ധരിക്കുന്നത് സംരക്ഷണമാണ്, അതേ വസ്ത്രം ധരിക്കുന്നത് അലങ്കാരമാണ്, വസ്ത്രം ധരിക്കുന്നത് സംരക്ഷണമാണ്, ചെരുപ്പ് ധരിക്കുന്നത് അലങ്കാരമാണ്, ചെരുപ്പ് ധരിക്കുന്നത് അതുപോലെ സംരക്ഷണമാണ്. പക്ഷെ ഗർഭം ധരിക്കുന്നത് ഒരു സംരക്ഷണമല്ല, ഒരലങ്കാരമല്ല, അതൊരു അനുഭവമാണ്. ആമേൻ.
അത് മറ്റൊരാൾക്ക് മനസ്സിലാകില്ല. ഗർഭം ധരിച്ച സ്ത്രീക്ക് മാത്രം മനസ്സിലാകുന്ന ഒരനുഭവമാണ്. ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന അനുഭവത്തേക്കാൾ 1000 മടങ്ങ് ആഴമേറിയ അനുഭവമാണ് ഒരാൾ യേശു ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ആ ആൾക്ക് ലഭ്യമാകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചവരാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേരും അത് മറന്നുപോയി, അല്ലെങ്കിൽ അത് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഞാൻ യേശു ക്രിസ്തുവിനെ ധരിച്ചതാണെന്ന പരമാർത്ഥം ഒരുപാട് പേർക്കും ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ഗലാത്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 27, 28, 29 തിരുവചനങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അടിവരയിട്ട് പറയുന്നുണ്ട്, നാം യേശു ക്രിസ്തുവിനെ ധരിച്ചവരാണെന്ന്. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എന്ന് അക്കമിട്ട് അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മാമോദീസായുടെ നാളിൽ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനെ ധരിച്ചവരാണ്. അതെ, വസ്ത്രമായിട്ടല്ല, ഒരനുഭവമായി, ആന്തരിക അനുഭവമായി, രക്ഷയുടെ അനുഭവമായി, സൗഭാഗ്യത്തിൻ്റെ അനുഭവമായി, വീണ്ടെടുപ്പിൻ്റെ അനുഭവമായി യേശുക്രിസ്തുവിനെ ധരിക്കുവാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. പക്ഷേ ഈ അനുഭവം ഇന്ന് ജീവിതത്തിലുണ്ടോ? ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. നാം നമ്മുടെ ജീവിത പ്രയാണ മാർഗത്തിൽ നമ്മുടെ സുഖലോലുപതയ്ക്ക് വേണ്ടി, ആസ്വാദനങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ ധരിച്ചത് ഉരിഞ്ഞു കളഞ്ഞതായിരിക്കില്ലേ? അല്ലെങ്കിൽ മറന്നുപോയതായിരിക്കില്ലേ? അല്ലെങ്കിൽ മനഃപൂർവ്വം മാറ്റി നിർത്തിയതായിരിക്കില്ലേ? യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളുക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിനെ ധരിക്കണം, യേശുക്രിസ്തുവിനെ തന്നെ. അതിന് പകരം മറ്റൊന്ന് പാകമാകില്ല. ക്രിസ്ത്യാനി എന്ന് പേരുള്ളത് കൊണ്ട്, മറ്റവകാശവാദങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യേശുക്രിസ്തുവിനോട് ചേരുവാൻ നമ്മുടെ അവകാശവാദങ്ങൾ ഒന്നും സഹായിക്കില്ല നമ്മെ. യേശുക്രിസ്തുവിനെ തന്നെ ധരിക്കണം, അതിന് പകരം മറ്റൊന്നാകില്ല. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, പ്രിയപ്പെട്ടവരെ, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം എനിക്ക് സ്വർഗത്തിൽ കയറാനുള്ള ലൈസൻസ് അല്ല. ഈ വസ്ത്രം കണ്ടാൽ എൻ്റെ മുമ്പിൽ സ്വർഗകവാടം തുറക്കില്ല. എനിക്കൊരു പക്ഷേ തെല്ലഭിമാനത്തോടെ, വേണമെങ്കിൽ ഇത്തിരി അഹങ്കാരത്തോടെ പറയാം, തമ്പുരാനെ, ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ച് ആയിരക്കണക്കിന് വേദികളിൽ നിനക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെ അകത്ത് കയറ്റണം. തമ്പുരാൻ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കും. എന്നിട്ട് എന്നോടൊരു മറുവാക്ക് പറയും, കുഞ്ഞേ, നീ ഒരുപാട് എനിക്ക് വേണ്ടി ഓടി, ഒരുപാട് എനിക്ക് വേണ്ടി അധ്വാനിച്ചു, ഒരുപാട് സംസാരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പ്രസംഗങ്ങൾ കേട്ട് 1000 പേര് മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. ഇതാ നിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഇവരിൽ പലരും നീ പറഞ്ഞ സന്ദേശത്തിലൂടെ മാനസാന്തരപ്പെട്ട് ജീവിതം എനിക്ക് തന്നവരാണ്. പക്ഷേ ഈ പ്രസംഗം മുഴുവൻ പറഞ്ഞപ്പോഴും നീ നിന്റെ ജീവിതം എനിക്ക് തന്നില്ല എങ്കിൽ, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിന്റെ മുമ്പിൽ ഈ വാതിൽ തുറക്കപ്പെടില്ലെന്ന് തമ്പുരാൻ എന്നോട് പറഞ്ഞാൽ ഞാൻ ലജ്ജിച്ചു പോകുകയല്ലാതെ മാർഗമില്ല. പ്രിയപ്പെട്ടവരെ, ഈ പന്തലിൽ ഇരുന്നത് കൊണ്ടോ ഈ പ്രസംഗം പറഞ്ഞതുകൊണ്ടോ ആരും സ്വർഗകവാടം തുറക്കുമെന്ന് വിചാരിക്കരുത്. അതിനുവേണ്ടി നാം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക തന്നെ വേണം. വേറെ മാർഗമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. എന്തുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു? എന്തുകൊണ്ട് യേശുക്രിസ്തു മാത്രം? എന്തുകൊണ്ട് മറ്റൊരാളായി കൂടാ? എന്തുകൊണ്ട്? ഇനി ആ വിഷയമാണ് നാം ഇതിനെ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കേവല ധാരണകളുണ്ടെങ്കിലും വ്യക്തതയുണ്ടാകില്ലല്ലോ പലപ്പോഴും പല കാര്യങ്ങൾക്കും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് യേശുക്രിസ്തു മാത്രം? അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ 7 മുതലുള്ള തിരുവചനങ്ങളിൽ വരച്ചു വച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ അറിയപ്പെടുന്നത് തന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്നാണ്. സ്നേഹത്തെക്കുറിച്ചാണ് നിരന്തരം അപ്പോസ്തലൻ പ്രബോധിപ്പിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ 7 മുതലുള്ള ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ.
ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം യേശുക്രിസ്തു സ്നേഹമാകുന്നു. സ്നേഹത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. ആകയാൽ അവനെ തന്നെ നാം ധരിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തു അവൻ നമ്മെ സ്നേഹിക്കയാൽ, ആ സ്നേഹത്തിൻ്റെ വില നമുക്ക് ബോധ്യപ്പെട്ടിരിക്കയാൽ പകരം മറ്റൊരാളില്ല. സ്നേഹം നമുക്ക് സന്തോഷം തരുന്നു. എന്തെന്നാൽ ആ സ്നേഹം രക്ഷയുടെ സന്തോഷമാണ് നമുക്ക് പകർന്നു തരുന്നത്. സ്നേഹം നമുക്ക് സമാധാനം പകരുന്നു. എന്തുകൊണ്ടെന്നാൽ ശിക്ഷ മാറിക്കിട്ടിയതിൻ്റെ സമാധാനം നമുക്ക് തരുന്നത് യേശുവിൻ്റെ കുരിശിലെ സ്നേഹമാണ്. സ്നേഹം നിഷേധിക്കപ്പെടുന്നിടത്ത് സന്തോഷമില്ല, സ്നേഹം നിഷേധിക്കപ്പെടുന്നിടത്ത് സമാധാനവുമില്ല എന്നുള്ളത് ഒരു ലോകനീതിയാണ്. എന്നാൽ മരണത്തിന് പിടിക്കപ്പെട്ട മനുഷ്യൻ്റെ മേൽ മരണശിക്ഷ വരാതിരിപ്പാൻ മനുഷ്യന് പകരം മരണമേറ്റെടുത്ത മശിഹായുടെ പരമസ്നേഹത്താൽ ഞാനും നിങ്ങളും ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നു. അതെ, വിടുതലിൻ്റെ സമാധാനം അനുഭവിക്കുന്നു. യേശുക്രിസ്തു നമ്മെ അത്രമാത്രം സ്നേഹിച്ചിരിക്കുന്നു. ഇതുപോലെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല, ഇനി ഇതുപോലെ മറ്റാരും സ്നേഹിപ്പാനുമില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊള്ളണം. വേറൊരാൾ പകരം വയ്ക്കാനില്ല, വേറൊരാളെ അന്വേഷിച്ചാൽ കിട്ടുകയില്ല. യേശുവിന് പകരം യേശു മാത്രം, യേശു മാത്രം, യേശു മാത്രം. യേശുവിന് പകരം മറ്റൊരാളില്ല. അവനെ പോലെ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ തന്നെ ധരിക്കണം. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് അയാൾക്ക് സ്നേഹിക്കപ്പെടാനുള്ള അർഹത നോക്കിയിട്ടാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചത് എനിക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയുണ്ടെന്ന് കണ്ടിട്ടല്ല. സ്നേഹിക്കപ്പെടാൻ ഒരർഹതയും എനിക്കില്ലെന്ന് എൻ്റെ തമ്പുരാന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവൻ എന്നെ സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലരും പറയും, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, ഭർത്താവിന് ന്യായമുണ്ട്, അവളെ സ്നേഹിക്കാൻ കൊള്ളില്ല, അവൾക്കതിന് അർഹതയില്ല. ഇവിടെ ഇരിക്കുന്ന പല ഭർത്താക്കന്മാരും പറയും, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നില്ല, ഭാര്യയ്ക്ക് ന്യായമുണ്ട്, അയാളെ സ്നേഹിക്കാൻ കൊള്ളില്ല, അയാൾക്കതിന് അർഹതയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് സ്നേഹിക്കാത്തവരെ, ഭാര്യ സ്നേഹിക്കാത്തവരെ, മക്കൾ സ്നേഹിക്കാത്തവരെ, മാതാപിതാക്കളെ സ്നേഹിക്കപ്പെടാത്തവരെ, എന്നാൽ നിങ്ങളെല്ലാവരെയും നോക്കി, എന്നെ നോക്കി ഇന്ന് യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ പാപിയാണെന്ന് എനിക്കറിയാം, നീ മദ്യപാനിയാണെന്ന് എനിക്കറിയാം, നിന്റെ കയ്യിൽ കുറ്റമുണ്ടെന്ന് എനിക്കറിയാം, നിന്റെ ക്രമം കെട്ട ജീവിതം എനിക്കറിയാം, നീ ദോഷം പ്രവർത്തിക്കുന്നത് എനിക്കറിയാം, എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ പിളർന്ന ചങ്കിലേക്ക് നീ നോക്ക്. കുന്തം ഈ ചങ്കിൽ കുത്തിക്കീറിയത് നിന്റെ പാപത്തിൽ നീ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ. കുഞ്ഞ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പാപിയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മദ്യപാനിയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വെറിക്കൂത്തുകാരാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വ്യഭിചാരിയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്ക് വേണ്ടിയാണ് കുഞ്ഞ് ഞാൻ കുരിശേറിയത്, നിനക്ക് വേണ്ടിയാണ് കുഞ്ഞ് ഞാൻ ചവളപ്പഴുതേറ്റത്, നിനക്ക് വേണ്ടിയാണ് കുഞ്ഞ് ഞാൻ ശിരസിൽ മുൾക്കിരീടമേറ്റത്. നിന്നെ സ്നേഹിച്ചിട്ടാണ് ഞാൻ കുരിശിൽ തൂങ്ങിയത്. ഇങ്ങനെ ലോകത്തെ സ്നേഹിക്കാൻ മറ്റാരുമില്ല മക്കളെ. അതുകൊണ്ട് സത്യമായിട്ടും നമുക്ക് അവനെ തന്നെ ധരിക്കേണ്ടിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ധരിച്ചവർക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുണ്ടാകും. യേശു അർഹത നോക്കാതെ പാപിയെ സ്നേഹിച്ചുവെങ്കിൽ യേശുക്രിസ്തുവിനെ ധരിച്ചവരും അർഹത നോക്കാതെ പാപിയെ സ്നേഹിക്കും. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ കഴിയും. യേശുക്രിസ്തുവിനെ ധരിച്ചവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. ഏതെങ്കിലും ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ വെറുക്കുന്നുവെങ്കിൽ അവൾ യേശുക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ വെറുക്കുന്നുവെങ്കിൽ അവൻ യേശുക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. ഏതെങ്കിലും മാതാപിതാക്കൾ സ്വന്തം മക്കളെ വെറുക്കുന്നുവെങ്കിൽ അവർ യേശുക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. ഏതെങ്കിലും മക്കൾ അവരുടെ മാതാപിതാക്കളെ വെറുക്കുന്നുവെങ്കിൽ അവർ യേശുക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. ഏതെങ്കിലും സഹോദരങ്ങൾ തങ്ങളുടെ കൂടെ പറന്നവരെ വെറുക്കുന്നുവെങ്കിൽ അവർ യേശുക്രിസ്തുവിനെ ധരിച്ചിട്ടില്ല. ഇന്ന് രാത്രി ഈ പന്തൽ വിട്ട് കടന്നു പോകുമ്പോൾ ഞാനും മറ്റുള്ളവരെ സ്നേഹിക്കത്തക്കവണ്ണം എന്നെ സ്നേഹിച്ച യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി യേശുവിനെ ധരിച്ചവരായി മടങ്ങുന്നു എന്ന്
ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് ആത്മാവിൻ്റെ ആവേശമാണ്. ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നിങ്ങളും ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞു കവിയണം. എല്ലാ വൈരവും വെറുപ്പും നീങ്ങിപ്പോകണം. ശത്രുക്കളെ പോലും സ്നേഹിപ്പാൻ യേശുവിനെ ധരിച്ചവർക്ക് സാധിക്കും. അവർക്ക് മാത്രമേ കഴിയൂ. എന്തുകൊണ്ടെന്നാൽ അവൻ അപ്രകാരം എന്നെ സ്നേഹിച്ചവനാണ്. ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക, യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക, ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക, യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക. പകലിൻ സമീപമാകുകയാൽ അന്ധകാര കർമ്മങ്ങൾ കൈവെടിഞ്ഞ് പ്രകാശത്തിനായുധമണിഞ്ഞിടുക. ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക, യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക, ക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുക, യേശുക്രിസ്തുവിനെ ധരിച്ചു